ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, നമുക്കറിയാം ഇന്ത്യ സമീപ കാലത്ത് ഒട്ടനവധി രാജ്യങ്ങളുമായിട്ട് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെക്കുകയുണ്ടായി. അമേരിക്കയുമായിട്ടുള്ള വ്യാപാര ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇടക്കാല വ്യാപാര കരാറ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടുള്ളൊരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റിലേക്ക് വഴിതെളിക്കുന്ന രീതിയിലുള്ള സംഭാഷണ ചർച്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അത് ഫൈനലൈസ് ആകുമ്പോൾ ഇന്ത്യ ഒരു പക്ഷേ, കാരണം അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏഹ്, പ്രാധാന്യം നമ്മൾ കണക്കിലാക്കുമ്പോൾ ഇന്ത്യ ഏർപ്പെടുന്ന ഒരുപക്ഷെ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു നിർണായകമായിട്ടുള്ളൊരു ഈവന്റ് നമുക്ക് പറയാൻ പറ്റുന്നൊരു സംഭവമായിരിക്കും അമേരിക്കയുമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ളൊരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് അല്ലെങ്കിൽ സ്വതന്ത്ര വ്യാപാര കരാർ. ഇവിടെ നമ്മളിപ്പോൾ ന്യൂസിലൻഡുമായിട്ട് ഈ പറഞ്ഞ ഏപ്രിൽ 27-ാം തീയതി FTA അല്ലെങ്കിൽ ഫ്രീ ട്രേഡ് അഗ്രിമെന്റിൽ നമ്മൾ ഒപ്പുവെക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഫ്രീ ട്രേഡ് അഗ്രിമെന്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് ഈ കൂടുതൽ ഗ്ലോറിഫൈ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. കാരണം ഇരു രാജ്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറേയൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് മാത്രം, കാരണം അതിനകത്തിലെ നികുതി ഇളവുകളിൽ കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോർട്ട് ഇമ്പോർട്ടും ഒക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ തൊഴിൽ, ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ ലേബർ എക്സ്പോർട്ട് ചെയ്യുന്നൊരു രാജ്യമാണ്. എന്നുവെച്ചാൽ ഇവിടുന്ന് ഒത്തിരി ആൾക്കാർ മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യുന്നതാണ്. കാരണം ഇവിടുത്തെ ജനസംഖ്യയൊക്കെ കണക്കിലെടുക്കുമ്പോഴും അതുപോലെ നമ്മളുടെ സ്കിൽഡ് വർക്ക് ഫോഴ്സിന്റെ കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോഴൊക്കെ തന്നെ മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് വളരെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്നുവെച്ചാൽ നമുക്ക് സർപ്ലസ് മാൻ പവർ ഇപ്പോഴുണ്ട് എന്നുള്ളതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ ഏർപ്പെടുന്ന മറ്റു രാജ്യങ്ങളുമായിട്ട്, ഇപ്പൊ ജർമ്മനിയായിട്ടായാലും UK ആയിട്ടായാലും ഫ്രാൻസ് അല്ലെങ്കിൽ UAE അല്ലെങ്കിൽ ഇപ്പൊ ന്യൂസിലൻഡ്, ഈവൻ അമേരിക്ക, ഇതുപോലുള്ള രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഫ്രീ ട്രേഡ് അഗ്രിമെന്റിൽ ഏർപ്പെടുമ്പോൾ നമ്മളുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും കയറ്റുമതി ഇറക്കുമതി, പിന്നെ മാത്രമല്ല നമ്മളുടെ രാജ്യത്തു നിന്നുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യാൻ കൂടെ സാധിക്കുന്ന തരത്തിലായിരിക്കും ഇതുപോലുള്ള വ്യാപാര കരാറുകൾ വഴി തെളിക്കുന്നുണ്ട്. അപ്പൊ ഈ ന്യൂസിലൻഡിൽ ഇപ്പോൾ നമ്മൾ ഈ 27 ഒപ്പിടാൻ പോകുന്ന വ്യാപാര കരാർ അങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് സൃഷ്ടിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അടുത്ത 5 വർഷത്തിനകത്ത് രണ്ട് രാജ്യങ്ങളും തമ്മിൽ 42,000 കോടി രൂപയുടെ ഇടപാടിന് ഈ പറഞ്ഞ ട്രേഡ് അഗ്രിമെന്റ് വഴിതെളിക്കും എന്നാണ് പറയുന്നത്. ഇത് ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് പല രാജ്യങ്ങളുമായിട്ടും ഈ പറഞ്ഞ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട് ഫ്രീ ട്രേഡ് അഗ്രിമെന്റിൽ. അപ്പൊ ഇന്ത്യ ന്യൂസിലൻഡ് വ്യാപാരം നമ്മൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്, പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതത്ര എളുപ്പം സാധിക്കാവുന്ന ഒരു വിഷയമല്ല. കാരണം ഒരുപക്ഷെ മാസങ്ങളോളം നീണ്ടിരിക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ചർച്ചകളുടെ ഫലമായിട്ടായിരിക്കും നമുക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ വ്യാപാര കരാറിൽ ഏത് രാജ്യങ്ങളായാലും ശരി, ഇപ്പൊ ഇന്ത്യയും ന്യൂസിലൻഡും മാത്രമല്ല, അല്ലെ ഇന്ത്യ അമേരിക്കയും മാത്രമല്ല, മറ്റേത് രാജ്യങ്ങളുടെയും വ്യാപാര കരാറുകൾ എന്ന് പറഞ്ഞാൽ നീണ്ടു നിൽക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അത് സാധ്യമാകുന്നതുണ്ട്. അപ്പൊ ഇത് പിന്നെ 2000 കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറെ മാസങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന ചർച്ചകളുടെ ഒരു, എന്താണ് പറയുന്നത്, കൺക്ലൂഷനായിട്ടാണ് നമുക്ക് ഈ പറഞ്ഞ ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റിലേക്ക് ഇരു രാജ്യങ്ങൾക്കും കഴിഞ്ഞ വർഷം ഡിസംബർ 22-ാം തീയതി ഈ പറഞ്ഞ ട്രേഡ് ഡീലിന്റെ കാര്യങ്ങൾ, അതിന്റെ കൺക്ലൂഷനെ കുറിച്ച് രണ്ട് രാജ്യങ്ങളും അനൗൺസ് ചെയ്തിരുന്നു. അപ്പൊ അടുത്ത 5 വർഷത്തിൽ ഈ പറഞ്ഞ $5 ബില്യൺ അല്ലെങ്കിൽ 42,000 കോടി രൂപ എന്ന് പറയുന്ന കണക്കിലേക്ക് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ട്രേഡിനെ കൊണ്ടെത്തിക്കാനാണ് ഇരു രാജ്യങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ച് നമ്മളുടെ രാജ്യത്തിന്റെ ഒത്തിരി ഉൽപ്പന്നങ്ങൾ നമുക്ക് കയറ്റി അയക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു ഗുണകരമായിട്ടുള്ള അവസ്ഥയാണ്. 15 വർഷം കൊണ്ട് 2,000 കോടി ഡോളറിന്റെ നിക്ഷേപം ന്യൂസിലൻഡ് ഇന്ത്യയിൽ നടത്തുന്നു ഈ പറഞ്ഞ കരാർ അനുസരിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കഴിഞ്ഞ 9 മാസമായിട്ട് ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ പറയുന്നത് പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യമല്ല. മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പരസ്പര ബയലാറ്ററൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഉഭയകക്ഷി
രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന ഇപ്പൊ അമേരിക്കയായിട്ട് നമുക്കറിയാം മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചർച്ചകളാണ്. ഇപ്പോഴും അത് അവസാനിച്ചിട്ടില്ല. പ്രത്യേകിച്ച് രണ്ട് രാജ്യങ്ങളും ഇപ്പൊ ഇന്ത്യ അമേരിക്കയുടെയും കാര്യം എടുക്കുമ്പോൾ രണ്ട് രാജ്യങ്ങളും വലിപ്പമുള്ള രാജ്യങ്ങളായതുകൊണ്ടും ഒക്കെ തന്നെ ഒരുപക്ഷെ കൂടുതൽ സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണ് അതിൻ്റെ. അപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്ക് നമ്മുടെ എക്സ്പോർട്ടിനും അതുപോലെ തന്നെ തൊഴിൽ അന്വേഷിക്കുന്ന ഇവിടുന്ന് തൊഴിൽ തേടി പോകുന്ന ആൾക്കാർക്കും ഒക്കെ തന്നെ ഈ വ്യാപാര കരാറ്, ഈ സ്വതന്ത്ര വ്യാപാര കരാറ് ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ 27-ാം തീയതി ഇത് ഒപ്പിടും. ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇത് നിലവിൽ വരും. അതിനുശേഷം നമുക്ക് ഇതിനകത്തിലെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ന്യൂസിലൻഡിലെ തൊഴിലവസരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് മെഡിക്കൽ, IT, എഞ്ചിനീയറിംഗ് മേഖലകളിൽ ഓരോ വർഷം 5000 ഇന്ത്യക്കാർക്ക് വർക്ക് വിസ ലഭിക്കുന്ന രീതിയിലേക്ക് ആണ് ഈ വ്യാപാര കരാറിന്റെ ഗുണങ്ങൾ സംഭവിക്കാൻ പോകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ന്യൂസിലൻഡിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പാർട്ട് ടൈം തൊഴിലിൽ കൂടുതൽ സമയം ലഭിക്കും. അവിടെയൊക്കെ കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ടല്ലോ. കാരണം നമ്മുടെ ഇവിടുത്തെ പോലല്ലോ. ഇപ്പൊ ഈ വിദേശത്തുള്ള ഇതുപോലുള്ള രാജ്യങ്ങളിൽ പോയിട്ട് ഇപ്പം ന്യൂസിലൻഡ് ആയാലും ഓസ്ട്രേലിയ ആയാലും കാനഡ അല്ലെങ്കിൽ UK അല്ലെങ്കിൽ ഏത് പിന്നെ ഫോറിൻ കൺട്രിക്കും നമ്മുടെ ആൾക്കാർ പോയിട്ട് പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുകയും പാർട്ട് ടൈം ജോലി ചെയ്യുക എന്നൊക്കെ കൃത്യമായിട്ടുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നടക്കത്തുള്ളൂ. നമ്മുടെ ഇന്ത്യയിലെ പോലെ കുത്തഴിഞ്ഞ സംവിധാനങ്ങളുള്ള രാജ്യങ്ങളൊന്നുമല്ല. അപ്പോൾ അവിടെ ഇപ്പോൾ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ സമയം ലഭിക്കാൻ ഈ പറഞ്ഞ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പാർട്ട് ടൈം ജോബിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ അവർക്ക് സാധ്യമാകും. ഓരോ ആഴ്ച 20 മുതൽ 25 മണിക്കൂർ വരെ ജോലി ചെയ്യാൻ ഈ പുതിയ എഗ്രിമെന്റ് വഴി അവർക്ക് ഒരു അവസരം ലഭിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ വർഷവും 1000 ഇന്ത്യക്കാർക്ക് വർക്ക് ആൻഡ് ഹോളിഡേ വിസകളും ലഭിക്കും. IT ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇത് തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ, കാരണം ഏറ്റവും പ്രധാനമായിട്ട് ഇങ്ങനെയുള്ള തൊഴിൽ തേടി പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സർവീസ് മേഖലകളിലുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം. പ്രത്യേകിച്ച് IT അല്ലെങ്കിൽ അതുപോലുള്ള അനുബന്ധ മേഖലകളിലൊക്കെ ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള വ്യാപാര കരാറിൽ നിന്നും കൂടുതൽ പ്രയോജനം ലഭിക്കുവാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളുടെ രാജ്യത്തു നിന്നും ന്യൂസിലൻഡിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും നികുതി ഇളവ് ലഭിക്കും എന്നാണ്. അതുപോലെ തന്നെ ഏകദേശം ന്യൂസിലൻഡിന്റെ 95% ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലെ നികുതി ഇളവ് അനുവദിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അത് നമുക്കറിയാം എത്രത്തോളം ഇന്ത്യയുടെ ഇവിടുന്ന് പോകുന്ന മൊത്തം ഉൽപ്പന്നങ്ങൾക്കും ന്യൂസിലൻഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന 95% ന്യൂസിലൻഡിലെ എക്സ്പോർട്ടിനും പിന്നെ നികുതി ഇളവ് ലഭിക്കും. അല്ലെങ്കിൽ നികുതി ഇളവ് ഈ പറഞ്ഞ കരാറിനനുസരിച്ചിട്ട് കൊടുക്കുമെന്നാണ് പറയുന്നത്. അത് വൂള്, കോൾ, വുഡ്, വൈൻ, അവോക്കാഡോസ്, അതുപോലെ തന്നെ ബ്ലൂബെറീസ് പോലുള്ള പ്രധാനപ്പെട്ട ഐറ്റംസ് ആണ് ന്യൂസിലൻഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ ഇന്ത്യയുടെ ഒത്തിരി ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് നമുക്ക് കയറ്റി അയക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോകുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും നികുതി ഒഴിവാകുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ നമ്മൾ എപ്പോഴും നമ്മൾ പറയുന്നത് ഇന്ത്യയുടെ കാർഷിക മേഖലയാണ്. കാരണം മറ്റു രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഈ വ്യാപാര കരാറിൽ ഏർപ്പെടുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള സെക്ടേഴ്സ് അല്ലെങ്കിൽ മേഖലകൾ എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയിൽ നമുക്ക് ഗവൺമെന്റ് പറയുന്നുണ്ട്, കാരണം മറ്റു രാജ്യങ്ങളുമായിട്ട് നമ്മൾ വ്യാപാര കരാറിൽ ഏർപ്പെടുമ്പോൾ കാർഷിക മേഖലയെ ഇതിനകത്ത് നിന്ന് ഒഴിവാക്കും അല്ലെങ്കിൽ ഒഴിവാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഇന്ത്യയിലെ കർഷകരുടെയും അതുപോലെ തന്നെ ആഭ്യന്തര വ്യവസായികളുടെയൊക്കെ തന്നെ താല്പര്യം സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും സാധ്യമാകുമെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം ഒരു രാജ്യമായിട്ട് നമ്മൾ വ്യാപാര കരാറിൽ ഏർപ്പെടുമ്പോൾ ആ രാജ്യത്തു നിന്ന് ഇങ്ങോട്ട് വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഇല്ലാതാകുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വൻതോതിൽ അത് അവിടുന്ന് അവർക്ക് കയറ്റുമതി ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തേക്ക് അതിനുള്ള ഇറക്കുമതി കൂടുകയും ചെയ്യും. അപ്പൊ ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യൻ ആഭ്യന്തര ഉൽപാദകർ, ആ ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഉൽപാദകർക്ക് തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഈ പറഞ്ഞ ആഭ്യന്തര മേഖലയെ സംരക്ഷിക്കണം, നമുക്ക് ആഭ്യന്തര വ്യവസായികളുടെയൊക്കെ തന്നെ താല്പര്യം സംരക്ഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ന്യൂസിലാൻഡിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ വ്യാപാര കരാറിൽ ഏർപ്പെടുന്ന രാജ്യം ഏതാണോ ആ രാജ്യത്തു നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾ ഒട്ടും തന്നെ ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ നാമമാത്രമായ രീതിയിൽ മാത്രമായിരിക്കണം ഇന്ത്യ ഉത്പാദിപ്പിക്കുന്നതും അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിപണനം വ്യവസായം എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ മിക്കവാറും എല്ലാ മേഖലകളും നമുക്കറിയാം ഇന്ത്യയിൽ വളരെ സജീവമാണ്. അങ്ങനെയുള്ള ഒരു കാഴ്ചയുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏത് രാജ്യമായിട്ട് ഈ പറഞ്ഞ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാലും തീർച്ചയായിട്ടും അവിടെ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾ നമ്മുടെ ആഭ്യന്തര വിപണിക്ക്, ആഭ്യന്തര വ്യവസായത്തിന് തീർച്ചയായിട്ടും ഒരു ഭീഷണിയാകും.
എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഗവൺമെന്റ് ഇതൊക്കെ പറയും, പക്ഷെ അത് ഈ പ്രായോഗികമായിട്ടുള്ള ഒരു മേഖലയിലേക്ക് വരുമ്പോൾ അത് തീർച്ചയായിട്ടും എത്രത്തോളം നമുക്ക് അതിന്റെ ഫലം ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിലെ കർഷകർക്കും ആഭ്യന്തര വ്യവസായികൾക്കും ഒക്കെ തന്നെ ഈ പറഞ്ഞ ട്രേഡ് എഗ്രിമെന്റ് അല്ലെങ്കിൽ സ്വതന്ത്ര വ്യാപാര കരാറ് പ്രത്യേകിച്ച് ഒരു ഭീഷണി അല്ലെന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത്. അതുപോലെ തന്നെ പുതിയ കരാറ് ഇന്ത്യയെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമാകും എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അപ്പൊ വിലയൊക്കെ ഇരുത്താൻ നമുക്ക് സാധിക്കും. അതിപ്പോൾ നമ്മൾ എല്ലാ രാജ്യങ്ങളുമായിട്ടുള്ള സ്വതന്ത്ര കരാറിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പൊ ഇരു രാജ്യങ്ങളും അവരുടെ അതാത് രാജ്യത്തെ ജനങ്ങളെ ബോധിപ്പിക്കുന്നതാണ്. അപ്പൊ നമുക്കറിയാം തീർച്ചയായിട്ടും ഈ വ്യാപാര കരാർ എന്ന് പറയുമ്പോൾ അതിനകത്തില് ഇപ്പൊ ഇന്ത്യയും ചൈനയും തമ്മിലൊരു വ്യാപാര കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ നല്ലൊരു ശതമാനം പ്രയോജനം ഉണ്ടാകുന്നത് ചൈനയ്ക്കായിരിക്കും. അവർ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാറിൽ ഏർപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അമേരിക്ക ഒരു പവർഫുൾ ആയിട്ടുള്ള രാജ്യമായിട്ട് അവർക്ക് കൂടുതൽ ബാർഗൈൻ ചെയ്യാനും നെഗോഷിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിന്റെ പിന്നെ ഏറ്റവും ഗുണങ്ങൾ അമേരിക്കയ്ക്കും കുറേയൊക്കെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇന്ത്യക്കും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പൊ ഇവിടെ ഇന്ത്യയും ന്യൂസിലാൻഡ് തമ്മിലുള്ള ട്രേഡ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2024-25 ഏകദേശം പിന്നെ $1.3 ബില്യൺ മെർച്ചൻഡൈസ് ട്രേഡാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം. ടോട്ടൽ ട്രേഡ് ഗുഡ്സിലും സർവീസിലും 2024 $2.4 ബില്യൺ US ഡോളർ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. സർവീസ് മാത്രം സേവന മേഖലയിൽ നിന്ന് മാത്രം ഏകദേശം $1.24 ബില്യൺ ട്രേഡ്. അത് നമ്മൾ ട്രാവല്, IT, അതുപോലെ തന്നെ ബിസിനസ് സർവീസസ്, കൺസൾട്ടിങ്, ഇതുപോലൊക്കെയുള്ള കാര്യങ്ങളാണ്. കാരണം ഇവിടെ നിന്നൊക്കെയുള്ള ആൾക്കാർ ഒത്തിരി നമ്മൾ ടൂറിന് പോവുകയോ അവിടെ ഇങ്ങോട്ട് ടൂറിസ്റ്റായിട്ട് വരികയൊക്കെ ചെയ്യുന്ന അതാണ് ടൂർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ട്രാവൽ എന്ന് പറയുന്നത്. പിന്നെ IT മേഖലകൾ നമുക്ക് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് കൂടുതൽ സേവനങ്ങൾ നൽകാൻ സാധിക്കുന്ന ഒരു മേഖലയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ ഇന്ത്യക്ക് ചില നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. മറ്റ് പല മേഖലകളിലും നമുക്ക് തീർച്ചയായിട്ടും ചില കോംപ്രമൈസുകളൊക്കെ വരുത്താതെ ഈ പറഞ്ഞ രാജ്യങ്ങളുമായിട്ട് ഈ സ്വതന്ത്ര വ്യാപാര കരാറിൽ നമുക്ക് ഏർപ്പെടാൻ സാധിക്കത്തില്ല. അപ്പോൾ ഏത് രാജ്യമായാലും ശരി, ഏത് രാജ്യത്തിനായാലും ശരി, ഇതിനകത്തിലെ ചില കോംപ്രമൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചില കോംപ്രമൈസുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിനകത്തിലെ ഇരു രാജ്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഇത് ഒരു രാജ്യത്തിന് ഗുണകരമാണോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഇത് ഒരു രാജ്യത്തിന് അനുകൂലമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കുറെ മെച്ചപ്പെട്ട മാറ്റങ്ങൾ അല്ലെങ്കിൽ കുറെ മെച്ചങ്ങൾ നമുക്ക് അല്ലെങ്കിൽ കുറെ ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കുമ്പോൾ കുറെ ദോഷങ്ങൾ അല്ലെങ്കിൽ കുറെ നഷ്ടങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പൊ ഇതാണ് നമുക്ക് ഈ പറഞ്ഞൊരു ടോപ്പിക്കുമായിട്ട് തൽക്കാലം ഷെയർ ചെയ്യാനുള്ള ചില വിശദമായിട്ടല്ലെങ്കിലും ചില വിവരങ്ങൾ. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഇനിയും ഇതുപോലെ പല രാജ്യങ്ങളുമായിട്ടും ഇന്ത്യ ഈ പറഞ്ഞ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിൽ ഏർപ്പെടാനുള്ള സാധ്യത, അതിന്റെ പിന്നെ ആ രാജ്യങ്ങളുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയായിട്ടാണ് പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും വരും അടുത്ത ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നമുക്ക് ഇരു രാജ്യങ്ങൾക്കും തമ്മിൽ ഒരു കരാറിനുള്ള ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ ഒരു ഫൈനലൈസേഷൻ ഉണ്ടാകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇന്ത്യ ഈ ന്യൂസിലൻഡ് ഈ പറഞ്ഞ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഈ ഏപ്രിൽ മാസം 27-ാം തീയതി, 25 2 ദിവസത്തിനുള്ളത് ഇന്ത്യയിൽ വെച്ചത് പിന്നെ ഇരു രാജ്യങ്ങൾ തമ്മിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പോഴുള്ള നിലവിലുള്ള വ്യാപാരത്തിനേക്കാൾ കൂടുതൽ വ്യാപാരം നമുക്ക് ഈ രാജ്യമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷ തൽക്കാലം നമുക്ക് ഈ ടോപ്പിക്കോട് അവസാനിപ്പിക്കാം. മറ്റു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.